ഇതെവിടെയാണ് സ്ഥലം എന്നറിയാം? ഇത് നമ്മുടെ കാഠ്മണ്ഡു സിറ്റി തന്നെയുള്ള, സിറ്റിയിൽ നിന്ന് കുറച്ചകലെയായിട്ട്, സിറ്റി തന്നെയാണെന്ന് പറയാം. സിറ്റി തന്നെ കുറച്ചകലെ, ഇവിടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇത് എന്താണെന്നറിയാം, ഏതാണെന്നറിയാം? പാത്താൻ ദർബാർ സ്ക്വയർ. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഫീ വരുന്നത് എത്രയാണ്? 250 രൂപ, ഒരാൾക്ക് 250 രൂപ. ദർബാർ സ്ക്വയറും ഏതാണ്ട്, കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ഏതാണ്ട് സെയിം തന്നെയാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കണ്ടോ? ഏതാണ്ടെല്ലാം സെയിം തന്നെ. പിന്നെ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് അന്നത്തെ ആ ഭൂകമ്പത്തിൽ. ഇവിടെ ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടോ? അയ്യോ, ഫസ്റ്റ് തന്നെ ഇടത്തോട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇതെന്തൊക്കെയോ കാണാൻ ഇതിനകത്ത്. ഹായ്, ക്ഷമിക്കണം, ഇടത്തോട്ടല്ല വലത്തോട്ട്. അയ്യോ, ഞാനിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ പേര് മുൾചൗക്ക് ആണ് കേട്ടോ. മുൾചൗക്ക് കേന്ദ്രമുറ്റമാണ്. 3 പ്രധാന ചൗക്കുകളിൽ ഏറ്റവും പ്രസിദ്ധവും വലുതുമായ നടുമുറ്റമാണിത്. അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാഠ്മണ്ഡു സിറ്റിയിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നേപ്പാളിലെ ലളിത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏതാണ്ട്. ഇനി മുകളിലേക്ക് കയറി പോകണം. ലളിത്പൂരിലെ മല്ല രാജാക്കന്മാർ താമസിച്ചിരുന്ന മധ്യകാല രാജകൊട്ടാരമാണ് ഇതിൻ്റെ ആകർഷണങ്ങളിലൊന്നും. നേവാർ വാസ്തുവിദ്യയുടെ അത്ഭുതമാണ് ദർബാർ സ്ക്വയർ. മരത്തിൽ കാഠ്മണ്ഡു താഴ്വരയിലെ 3 ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണിത്. ഒന്നാമത്തേത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ, രണ്ടാമത്തേത് ഭക്തപൂർ ദർബാർ സ്ക്വയർ, മൂന്നാമത്തേത് പട്ടൻ ദർബാർ സ്ക്വയർ. ഇങ്ങനെ 3 ദർബാർ സ്ക്വയറുകളാണ് കാഠ്മണ്ഡു താഴ്വരയിൽ. ഇവയെല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളാണ്. ഇതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ മാത്രമേ പെയിൻറ്റിംഗ് ആണോ? പെയിൻറ്റിംഗ് ഒന്നും പെയിൻറ്റില്ല. എന്തൊക്കെയോ കണ്ടോ? പെയിൻറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും കേന്ദ്രമായ പട്ടാൻ ദർബാർ സ്ക്വയറിൽ 136 മുറ്റങ്ങളും 55 പ്രധാന ക്ഷേത്രങ്ങളുമുണ്ട്. അറിയില്ല, പിന്നെ അവിടെ കുറേ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. മരത്തിൽ പിച്ചളയിൽ നിർമ്മിച്ച മറ്റേ മരം കൊണ്ട് നിർമ്മിച്ചൊരു, പിന്നെ പിച്ചള പൊതിയില്ലേ, അങ്ങനെ വെച്ചാണ് അതൊക്കെ. ഇത് പഴയ എന്താ അലമാരയുണ്ട്. അതൊക്കെ ഒരുപാട്. ഇതാ മുന്നേ കണ്ടില്ലേ, അതാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലെ ഡോറിലും മുകളിൽ 2015 ഏപ്രിലുണ്ടായ ഭൂകമ്പത്തിൽ സ്ക്വയറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. ഇതൊക്കെ പഴയ ശൈലി. നമ്മൾ നേരത്തെ കണ്ടില്ല തൂണ്, ഞാൻ പറഞ്ഞില്ലേ ഇത് തൂണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കൊത്തുപണിയൊക്കെ ചെയ്ത മരത്തിൽ അവിടെ ഈ തൂണിൽ നമ്മളൊക്കെ കണ്ടോ. മുകളിൽ നമ്മളൊരു മരത്തിൻ്റെ കണ്ടില്ലേ, ഏകദേശം ഇതേപോലെ തന്നെ അല്ലേ. അതിനകത്തേക്ക് വന്നാൽ തൊട്ടടുത്തുള്ളൊരു മുറി ഓഫീസ്. ഇപ്പോഴത്തെ വാസ്തുവിദ്യയുടെ ഭൂരിഭാഗവും 1600കളിൽ നിർമ്മിച്ചതാണ്. ഇത് രാജാവ് സിദ്ധി നരസിംഹ മല്ലയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീനിവാസ സുകൃതിയുടെയും കാലത്ത് നിർമ്മിച്ചതാണ്.
ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളം ഏറ്റവും പഴയ ബുദ്ധമത നഗരങ്ങളിൽ ഒന്നാണ് പട്ടാൻ. ഇത് ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും കേന്ദ്രമാണ്. അടുത്ത് പോകണം അതിനുള്ളിലേക്കാണ്. ഇതിനകത്ത് കയറാം. ഇതിൻ്റെ മുകളിൽ എന്താ കാണാണ്ട് ഷൂ കഴിക്കാൻ വേണ്ടി പോകും. എന്താ അറിയില്ല. ആടെ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല. ഇത് സുന്ദരി ചൗക്ക്, മുൾ ചൗക്കിന്റെ തെക്ക് ഭാഗത്ത്. ഇവിടെ അതേപോലെ തന്നെ കൊത്തുപണികളാണ്. തുഷാഹിതി എന്നറിയപ്പെടുന്ന ഒരു മുങ്ങിയ ടാങ്ക് ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്താ ഇത് കല്ലിലാണ്. ഇത് മുത്തുമരം. എത്ര കാലം വഴക്കുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് കാണുന്നേരം. രണ്ടു മൂന്ന് മുറികളുണ്ട് കേട്ടോ. ഇതിനകത്തൊന്നുമില്ലേ? ടി വിയാണ്. ഒരുപാട് കൈകളാട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് അതിനടുത്താന്ന് തോന്നുന്നത്. വിഗ്രഹത്തിന് മുകളിൽ നിന്ന് എടുത്താണെന്നാണ് തോന്നുന്നത്. ഇതിനകത്തൊന്നും ചിത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടോ അതിനുള്ള കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് പോകും. ഈ ഇടതുവശത്ത് കാണുന്ന ഇതാണ് കേട്ടോ ഹരിശങ്കർ ക്ഷേത്രം. ഇത് 2015 ആ ഭൂകമ്പത്തിൽ പൂർണ്ണമായും തകർന്നുപോയി. അതിനുശേഷം പുനഃസ്ഥാപിച്ചതാണ് കേട്ടോ ഇത്. നിങ്ങളിപ്പോൾ ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഇതാണ് കേട്ടോ കൃഷ്ണ മന്ദിർ. ദൂരെ കാണുന്ന പട്ടാൻ ദർബാർ സ്ക്വയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൃഷ്ണ മന്ദിർ. 3 നിലകളുള്ള ഇത് ഗ്രന്ഥകൂട എന്ന പ്രാദേശിക ശിഖര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1667 സിദ്ധി നർസിംഗ് മല്ല രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇതൊക്കെ ഗിഫ്റ്റ് ഷോപ്പ് വന്നിയോ സീല. ഇതിനകത്തും നേരത്തെ കണ്ട പോലെ തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് കേശവ് നാരായണൻ ചൗക്കാണ് കേട്ടോ. കേശവ് നാരായണൻ ചൗക്ക്. സെക്യൂരിറ്റി റൂം. ഇതൊക്കെ ഷോപ്പുകളുണ്ട് ഇതിനകത്ത്. അതിനകത്തുനിന്ന് പോയിട്ട് അതിനകത്ത് ഫോട്ടോഗ്രാഫി മാത്രമേ പറ്റുള്ളൂ. വീഡിയോഗ്രാഫി ഒന്നും നടക്കില്ല.
അത് നോക്കിയാൽ നല്ലൊരു മണ്ഡപത്തിൻ്റെ മുകളിൽ മണ്ഡപമാണ് പൂജ. എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ നോക്കി കേബിൾ പോകുന്ന നോക്കി വൃത്തികേടാക്കിയിട്ടാണ്. അതാ അതിൻ്റെ ബാക്കിൽ കണ്ടോ എത്രയാ ഉള്ളത്. നല്ലൊരു ഭംഗിയുള്ള അമ്പലമായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഇതാണ് കേട്ടോ ഭീംസൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ളതാണ് കേട്ടോ ഈ വിശ്വനാഥ ക്ഷേത്രം. 1680 ശ്രീനിവാസ മല്ല നിർമ്മിച്ചതാണ് ഭീംസൻ ക്ഷേത്രം. പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന 3 സ്വർണ്ണജാലകങ്ങൾക്ക് ഇത് പ്രശസ്തമാണ്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ അനുവാദമില്ല. പരമശിവനാണ് വിശ്വനാഥ ക്ഷേത്രം. AD 1627 സിദ്ധി നരസിംഹമല്ലയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. അങ്ങനെ ഞാനിവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. പാത്തൻ ദർബാർ സ്ക്വയറിൽ ഇന്ന് അവസാനം. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അല്ലേ വൈകുന്നേരം ഒന്നെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ കാഠ്മണ്ഡു അല്ല നേപ്പാളിൽ തന്നെ അല്ല പോഖ്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഇനി അവിടുത്തെ കാഴ്ചകളായിരിക്കും കേട്ടോ. ഓക്കെ ബൈ.